ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചെറുപയർ കൂമ്പ് തോരനാണ്. കൂമ്പിൻ്റെ പുറമേ ഉള്ള പാളികൾ അടർത്തി മാറ്റിയതിന് ശേഷം കൂമ്പിൻ്റെ വെളുത്ത ഭാഗം കൊത്തി അരിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. കൂമ്പിലെ കറച്ചുവ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആവശ്യത്തിന് പച്ചമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കൂടെ കുറച്ച് തേങ്ങാപ്പീരയിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്ത് എടുക്കാം. ചൂടായ പാനിലോട്ട് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സും കുറച്ച് കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നോട്ടിഫിക്കേഷൻ വരാനായി ബെൽ ബട്ടൺ അമർത്തണേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂമ്പിടുക. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചെടുക്കുക. കൂമ്പ് തോരൻ റെഡിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കൂമ്പ് തോരൻ ആയതുകൊണ്ട് അതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ചെറുപയർ കൂടി ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വേവിക്കാൻ വയ്ക്കുക. നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ കൂമ്പ് തോരൻ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.